കാണുന്ന ദൃശ്യം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതാണ്. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയ പ്രവീണ എവിടെയുണ്ട്? പ്രിയ പ്രവീണ, സർപ്രൈസ് എൻട്രി ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത്. ഭയങ്കര സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം എന്നാണ് രാഹുൽ പറയുന്നത്. മുതൽ തിരുവനന്തപുരം വരെ ചെടിച്ചട്ടി കൊണ്ട് അടികൊണ്ടുവരും, ഹെൽമറ്റ് കൊണ്ട് അടികൊണ്ടുവരും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അവരുടെ സമരങ്ങൾ, ആ സമരങ്ങൾ കൂടി വിജയിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ്. ആ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ നൽകിയ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വ്യക്തി വനവാസം കൽപ്പിക്കപ്പെട്ടയാൾക്ക് പട്ടാഭിഷേകം കിട്ടുമ്പോൾ സ്വാഭാവികമായി വലിയ സന്തോഷമാണല്ലോ. താങ്ക് യു. ജനീഷ് എന്നത് വ്യക്തിപരമായി കുറേയേറെ, അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷം തന്നെ ജനീഷ് വരുമ്പോൾ ഉണ്ട്. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പിന്തുണ തന്ന സഹപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അത് ജനീഷ് തന്നെ പലവണ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ ഒഴിയുന്നതിനെ പറ്റിയും ജനീഷിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സഹപ്രവർത്തകർ ഞാനെങ്ങും പോയിട്ടില്ലല്ലോ. പ്രവർത്തനത്തിലേക്ക് കൂടുതൽ മുൻനിരയിലേക്ക് രാഹുലിനെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ല, നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്ത് നിന്ന് പ്രവർത്തിക്കുന്നതോ MLA ആയി പ്രവർത്തിക്കുന്നതോ MP ആയി പ്രവർത്തിക്കുകയല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തുടരുന്നതിന് നമ്മൾ മുൻനിര പിൻനിര എന്നൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും മുൻപ് എങ്ങനെയാണോ രാഷ്ട്രീയം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു അഫിലിയേഷന്റെ ആവശ്യമുണ്ട് എന്ന് അഫിലിയേഷൻ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മള് ഇന്നലെയും സംസാരിച്ചതാണ്. ഇന്നിപ്പോ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ലൈവ് ടെലികാസ്റ്റ് വിവിധ ചാനലുകളിൽ അല്ലാതെയും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞ ലൈവ് ടെലികാസ്റ്റുകൾ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് കൂട്ടത്തിലൊരുത്തനായിട്ട് രാഹുൽ മാങ്കൂട്ടം സദസ്സിലിരിക്കുന്നത് കണ്ടത്. ആൾക്കൂട്ടത്തിനിടയിൽ ഒരുത്തൻ, ഒരു മുഖപരിചയം, അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നിരാശയുണ്ടായി, വലിയ സങ്കടമുണ്ടായി. നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും പറഞ്ഞു പോകാതെ തരമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയ സങ്കടമുണ്ടായി. കാരണം OJ ജനീഷ് അർഹനല്ല എന്നല്ല കേട്ടോ പറയുന്നത്. OJ ജനീഷ് ഇന്ന് VD സതീശൻ മന്ത്രിസഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേദിയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നവൻ ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴുള്ള ഒരു നിരാശ മാത്രമാണ്. മനസ്സിലായില്ലേ? ആ നിരാശ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുമ്പോഴും എത്രയും പെട്ടെന്ന് രാഹുലിൻ്റെ തിരിച്ചു വരവ് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് രാഹുൽ എത്തുന്നു. രാഹുൽ എല്ലാവരുമായിട്ടുള്ള വലിയ സൗഹൃദം പുതുക്കുന്നു, വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഒക്കെ ചെയ്യുമ്പോഴും അയാളുടെ തിരിച്ചുവരവ് എപ്പോ എന്നുള്ള ചോദ്യം നമുക്ക് മുന്നിലുണ്ട്, അല്ലേ? അങ്ങനെ തിരിച്ചു വരാൻ കഴിയാതെ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല ഒരർത്ഥത്തിലും. അത് ഈ രാഷ്ട്രീയ വേട്ടയാടലുകൾ, ആ രാഷ്ട്രീയ വേട്ടയുടെ ഏറ്റവും വലിയ ഇര നഷ്ടപ്പെട്ടത് വലിയ ഒരു സുവർണ അവസരം തന്നെയാണ്, അല്ലേ? നഷ്ടപ്പെട്ടത് വലിയൊരു സുവർണ അവസരമാണ്. എല്ലാ അർത്ഥത്തിലും നഷ്ടം രാഹുലിൻ്റെതാണ്. രാഹുലിനെ തളർത്തുക, രാഹുലിനെ ഇല്ലായ്മ ചെയ്യുക, രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു വേട്ടക്കാരുടെ ലക്ഷ്യം, അല്ലേ? ഇന്നിപ്പോൾ OJ ജനീഷ് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് മാറി നിന്ന് സന്തോഷിക്കുന്നവരുണ്ടാകും, അല്ലേ? സന്തോഷിക്കട്ടെ. ആ സന്തോഷത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാഹുലിൻ്റെ തിരിച്ചു വരവ് അത് എത്രയും വേഗം സാധ്യമാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശകളൊന്നും ഉണ്ടാവില്ല. കാരണം രാഷ്ട്രീയം എന്താണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയും. പോരാത്തതിന് അയാൾ ജനമനസ്സുകളിൽ ഇടം പിടിച്ച നേതാവാണ്. ആ ജനമനസ്സുകളിൽ ഇടം പിടിച്ച നേതാവിന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരർത്ഥത്തിലും അയാൾ നിരാശനാവേണ്ട കാര്യമില്ല. അയാൾ കൃത്യമായിട്ട്
ജനമനസ്സുകളിൽ ഇന്നും അയാൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടാകുന്ന കാലത്തോളം അയാൾക്ക് ജനമനസ്സുകളിൽ അയാൾക്കൊരു ഇടമുണ്ടാകുന്ന കാലത്തോളം യാതൊരു രീതിയിലുള്ള നിരാശ അല്ലെങ്കിൽ ഒരു നഷ്ടബോധം അയാളെ അലട്ടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ മുന്നിൽ സ്വാഭാവികമായിട്ടും തിരിച്ചുവരവ് അത് എപ്പോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അയാൾക്കെതിരെയുള്ള കേസുകളാണ്. ആ കേസുകളിൽ കോടതികളിൽ എന്ത് തീരുമാനം വരുമെന്നുള്ളത് അറിയണം. അതിനെന്ത് വേണം? കോടതികളിൽ ഇപ്പോൾ മൂന്നാമത്തെ കേസിൽ കഴിഞ്ഞ ഈ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ അന്നോ അതിന് പിറ്റേന്നിട്ട് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത്. ഇപ്പോൾ 1ഉം 2ഉം കേസുകൾ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കേസുകളിലൊക്കെ ഒരു വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ്, അതായത് വിചാരണ കഴിയണം. കുറ്റപത്രം സമർപ്പിച്ചാലാണ് വിചാരണ തുടങ്ങുന്നത്. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത് മൂന്നാമത്തെ കേസിലാണ്, 1ഉം 2ഉം ബാക്കി നിൽക്കുന്നു. അപ്പോൾ ഈ വിചാരണ കഴിയണം. വിചാരണ കഴിഞ്ഞ് കോടതി ഒരു വിധി പറയണം. അവിടെ രാഹുല് കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതി കണ്ടെത്തണം. എന്നിട്ട് അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തണം. എന്നിട്ട് അയാൾ പാർട്ടിയിൽ അയാൾ ഒഴിച്ചിട്ട് പോയ കസാരകളിലേക്ക് തിരിച്ചെത്തണം. ഒരുപാട് പ്രതിബദ്ധങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു വലിയ സമയം, ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു ഗ്യാപ്പ് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലേ. അപ്പം നഷ്ടപ്പെട്ടത് വലിയ സുവർണാവസരം തന്നെയാണ്. സുവർണാവസരം എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, പാലക്കാട്ടെ സിറ്റിംഗ് MLA ആയിരുന്നു. അവിടെ ഉറപ്പായിട്ടും ഈ വേട്ടയാടലുകൾ, ഈ വിവാദങ്ങൾ, ഈ പരാതികൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ രാഹുൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുമായിരുന്നു, അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്യുമായിരുന്നു, ഉറപ്പായിട്ടും മന്ത്രിസഭയിലേക്കും എത്തുമായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നഷ്ടപ്പെട്ടത് രാഹുലിനാണ്. നഷ്ടം രാഹുലിൻ്റേത് മാത്രമാണ്. അത് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഇതൊന്നും നികത്താൻ ഇനി ഒരുപാട് സമയമെടുക്കും. കാരണം ഇന്ന് അയാളുടെ പ്രായം, ഇനി അയാൾക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു ടൈം ഗ്യാപ്പ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചെത്തണമെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് മറികടക്കണമെങ്കിൽ, ഓവർകം ചെയ്യണമെങ്കിൽ ഒരു വലിയ സമയമാണ് വലിയ പ്രശ്നം. സമയം മറ്റുള്ളതിനേക്കാളൊക്കെ ഉപരി എല്ലാത്തിനെയും എങ്ങനെയെങ്കിലും നേരിടാമെന്നുള്ളതുണ്ട്. പക്ഷേ സമയം അതൊരു വലിയ പ്രശ്നമാണ്. ഈ ടൈം പീരിയഡ്, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് നികത്താൻ കഴിയാത്തതാണ്. അപ്പോൾ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു വലിയ നഷ്ടബോധമുണ്ട്, ഒരു നിരാശയുണ്ട്. പിന്നെ രാഹുൽ പറഞ്ഞതുപോലെ വനവാസം കൽപ്പിച്ച് പറഞ്ഞു വിടാൻ തയ്യാറായവർക്ക് മുന്നിൽ അതേ വ്യക്തി, കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ജനനായകൻ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചൊല്ലി മുഖ്യമന്ത്രിയായിട്ട് അധികാര കസേരയിലേക്ക് കയറിയിരിക്കുമ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം, സ്വാഭാവികമായിട്ടും രാഹുലിനും സന്തോഷം ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണല്ലോ അയാൾ തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തിയത്, അയാൾ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയതും അതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സന്തോഷ മുഹൂർത്തത്തിലേക്ക് അയാൾ ഓടിയെത്തി എന്നുള്ളത് വലിയ വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. ക്യാമറകൾ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്, പല മുഖങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കൂട്ടത്തിൽ പെടുന്നനെ ക്യാമറ പോയപ്പോൾ അതാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖവും വരുന്നു. ആ മനുഷ്യന് അങ്ങനെ ഇരിക്കേണ്ടിവനായിരുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാ, ഇത് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്നേഹമില്ലായിട്ടോ അല്ലെങ്കിൽ അയാളെ പിന്തുണക്കാത്ത വ്യക്തിയൊന്നുമില്ല. അപ്പം എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്കറിയാം, ഇക്കഴിഞ്ഞ കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിച്ച വ്യക്തിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച വ്യക്തിയാണ്. ഇന്നും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ വേദന. രാഹുലിന് ചിലപ്പോൾ നിരാശയും സങ്കടമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വലിയ വേദനയും വലിയ സങ്കടവും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതിപ്പോൾ കുറേ ആളുകൾ ഇതേ കാര്യങ്ങൾ, ഇതേ സമാനമായ അഭിപ്രായങ്ങൾ
രാഹുല് സദസ്സിലിരിക്കേണ്ടവനല്ല, രാഹുൽ വേദിയിലിരിക്കേണ്ടവനാണ്, രാഹുല് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവനായിരുന്നു, OJ ജനീഷിന്റെ സ്ഥാനത്ത് മന്ത്രി കസേരയിലേക്ക് എത്തേണ്ടവനായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള പല കമന്റുകളും പല രീതിയിൽ പല കോണുകളിൽ പല അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഈ കമന്റുകളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ സദസ്സിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത വരുന്നേ. അത് നമുക്ക് രാഹുലിനോടുള്ള സ്നേഹം കാരണ. പിന്നെ എന്തായിരുന്നു രാഹുൽ കോൺഗ്രസ്സിൽ, എന്തായിരുന്നു രാഹുലിൻ്റെ സ്ഥാനം എന്നൊക്കെ അറിയുന്നവർക്ക് ഉറപ്പാ. രാഹുൽ ഇന്ന് മത്സരിച്ചൊരു MLA ആയിരുന്നെങ്കിൽ അയാൾ മന്ത്രിസഭയിൽ ഷുവറായിട്ടും ഉണ്ടാകുമായിരുന്നു. അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. സംഭവിച്ചത് സംഭവിച്ചു. മനുഷ്യരാണല്ലോ, പല രീതിയിൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധി തോന്നൂല, ബുദ്ധി ഉദിക്കൂല, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ അയാൾക്ക് തോന്നിയതെന്ന് അങ്ങനെയാ. പക്ഷേ അതൊരു വലിയ വീഴ്ചയിലേക്ക്, വലിയൊരു കുഴിയിലേക്ക് വീഴാനുള്ള പോക്കായിരുന്നു എന്ന് അയാളും കരുതി കാണില്ല. സ്വാഭാവികമായിട്ടും അയാൾക്കും അത് അയാൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം. അതാണ് നഷ്ടപ്പെട്ടത് രാഹുലിന് തന്നെയാണ്. ആ നഷ്ടബോധം രാഹുലിനെ വേദനിപ്പിക്കുന്നില്ലെങ്കിലും നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്.